ഉദ്ദേശം എന്താണ്? തന്റെ കൂടെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വന്ന സ്വഹാബികളെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞില്ല. ഓരോ ഉറപ്പാ കട്ട സപ്പോർട്ട് ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു മക്കത്തിൽ പോരില്ലല്ലോ, ഉള്ള മുതലും മക്കളും ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് ഒരു പോരില്ലായിരുന്നു. അപ്പൊ ഓരെന്തും തയ്യാറായിരുന്നു ഉറപ്പാ. പക്ഷെ അൻസ്വാരികളായ മദീനക്കാരായ സ്വഹാബികൾ അവരുടെ ഭാഗത്ത് നിന്ന് എത്രത്തോളം സപ്പോർട്ട് ഉണ്ട് എന്നറിയാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെയും ഇങ്ങനെ ചോദിക്കുന്നത്. അപ്പൊ അൻസാരികൾക്ക് മനസ്സിലാക്കി നമ്മളെ ഉദ്ദേശിച്ചിട്ടാണ് ഈ ചോദിക്കുന്നത്. അവർ പറഞ്ഞ നബിയെ ഞങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ടാണോ നിങ്ങൾ ഈ ചോദിക്കുന്നത്? ഞങ്ങൾ നബിയെ ഒരിക്കലും നിങ്ങൾ വഞ്ചിക്കൂല, ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് മഹാന്മാരായ അൻസ്വാരികൾ മദീനക്കാരായ സ്വഹാബികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വാക്ക് കൊടുത്തു. അങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് അവർ എടുത്തെറിയപ്പെടുക, നിർബന്ധിതരാകുകയാണ്. 1000-ഓളം ആളുകൾ വന്ന് അവരൊരു സമരത്തിന് ഒരുങ്ങിയപ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താഴ്വാരത്താണ് തമ്പ് കെട്ടിയിട്ടുള്ളത്, അല്ലേ? ഇവര് കുറച്ച് ഉയരം കൂടിയ സ്ഥലത്താണ് തമ്പ് കെട്ടിയിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹി തങ്ങൾ തമ്പ് കെട്ടിയ സ്ഥലത്ത് നിന്ന് ബദറിൽ പോയാൽ നമുക്ക് കാണാൻ കഴിയും. ഇന്ന് മസ്ജിദുൽ അരീഷ് എന്ന് പറയുന്ന ഒരു പള്ളി അവിടെ ഉണ്ട്. അരീഷ് എന്ന് പറഞ്ഞ ടെന്റ് നടത്തും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിൽ ടെന്റ് കെട്ടി താമസിച്ച സ്ഥലത്തുള്ള പള്ളിയാണ് മസ്ജിദുൽ അരീഷ്. അതിന്റെ ബാക്കിലാണ് ആ ഹൗദൊക്കെ ഉള്ളത്. വെള്ളം എടുക്കുന്നു ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തും താമസിക്കുന്ന ആ ഏരിയയിൽ വെള്ളമില്ലാതെ വല്ലാതെ വിഷമിച്ചു. ഒരു രാത്രിയിൽ അവരിങ്ങനെ കഴിഞ്ഞു കൊടുത്തതിൽ നേരം വെളുത്തപ്പോൾ സ്വഹാബത്ത് റസൂലുള്ളാഹിയോട് നബിയെ യാത്രാ ക്ഷീണമൊക്കെ ഉള്ളതാണ്. അവർ കിടന്നുറങ്ങിയപ്പോൾ പലർക്കും ഇൻസാലായി, അവർക്ക് സ്വപ്നസ്കലനമുണ്ടായി, യാത്രാ ക്ഷീണം കാരണം. അപ്പൊ നബിയോട് പറഞ്ഞു, കുളി നിർബന്ധമായിട്ട് നബിയെ, വെള്ളമില്ലല്ലോ, എന്ത് ചെയ്യും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആകാശത്തേക്ക് കൈ ഉയർത്തി ദുആ ചെയ്തു. മഴ പെയ്തപ്പോൾ റസൂലുള്ളാഹി തന്ത്രാണത്ത് വെള്ളം കെട്ടി അവിടെ ഹൗദ് രൂപത്തിലായി ഒരു തടയണ നിർമ്മിച്ചു. അപ്പൊ നമ്മൾ താഴ്വാരത്തായതുകൊണ്ട് മുസ്ലിമീങ്ങൾക്ക് ഉപയോഗിക്കാൻ അത്യാവശ്യമായ വെള്ളം ഹൗദ് രൂപത്തിൽ അവിടെ കെട്ടി സംഭരിച്ച് സംഭരണിയായി വെച്ചിട്ടുണ്ട്. അബൂജഹലും കൂട്ടിനും 1000-ഓളം ആളുകൾ കുറച്ച് ഉയരം കൂടിയ സ്ഥലത്ത് മുകൾ ഭാഗത്താണ്. അവർക്ക് വെള്ളമില്ല. ആയിരക്കണക്കിന് അബൂജഹലുകൾക്ക് കുടിക്കണമെങ്കിൽ കുറച്ച് വെള്ളം വേണം, അല്ലെ? അത്യാവശ്യങ്ങൾക്കൊക്കെ വെള്ളമില്ലാതെ വന്നപ്പോ അവര് വെള്ളം എടുക്കാൻ വന്നു. ആ വെള്ളം എടുക്കാൻ വന്നപ്പോ റസൂലുള്ളാഹി തങ്ങൾ ആദ്യം വെള്ളം കുടിക്കോട്ടെ പറഞ്ഞു, അല്ലെ? പിന്നെ ഒരു പറഞ്ഞ ഔദാര്യത്തിന് വെള്ളം ഞങ്ങൾക്ക് വേണ്ട, ഓർക്കത് ഒരു യുദ്ധത്തിന് ഒരുങ്ങണം, എങ്ങനെ ഏതുണ്ടാക്കണം, ഔദാര്യത്തിന് വെള്ളം വേണ്ട. അങ്ങനെയാണ്